ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ്. ഇനി നമുക്ക് ഒരു അടിപൊളി മാംഗോ ഐസ്ക്രീം തയ്യാറാക്കാം. ക്രീമൊന്നും ചേർക്കാണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാം. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മാംഗോ ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി നമുക്കൊരു പാൻ എടുക്കാം. പാനിലോട്ട് ഫുൾ ഫാറ്റ് മിൽക്ക് ഒരു 2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ആഡ് ചെയ്യുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചറും നല്ല പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കേസർ, അതായത് നമ്മുടെ സാഫ്രോൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേസർ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറും പിന്നെ ലൈറ്റായിട്ടൊരു യെല്ലോയിഷ് കളറും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കേസർ, അതായത് സാഫ്രോൺ ഇല്ലെങ്കിൽ ഒരു ലൈറ്റൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ലേശം കളർ വേണേലും ആഡ് ചെയ്തിടാം. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഈ ഒരു പാല് നന്നായിട്ടൊരു കണ്ടൻസ് മിൽക്കിൻ്റെ പരുവത്തിലൊന്ന് നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. തണുത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടുന്നതായിരിക്കും കേട്ടോ. ശേഷം ഞാനിവിടെ ഒരു 3 മാങ്ങ, അതായത് നമ്മുടെ പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ, അതിൻ്റെ തൊണ്ടെല്ലാം റിമൂവ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത്, അതായത് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് അതൊരു മിക്സി ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാംഗോ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെക്സ്ചർ നോക്കിക്കോളൂ, നല്ല ക്രീമി ടെക്സ്ചറിലാണ് നമ്മുടെ ഈ ഒരു മാംഗോ പൾപ്പ് ഇവിടെ ബ്ലെൻഡായി കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യുക, നമ്മൾ കുറച്ച് മുന്നേ നന്നായിട്ടൊന്ന് കുറുക്കി എടുത്തിരിക്കുന്ന ആ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ടെക്സ്ചറിലാക്കിയിരിക്കുന്ന പാല് നമുക്ക് ഈ ഒരു മാംഗോൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് നമ്മുടെ പാൽപ്പാട ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതൊരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നോക്കിക്കൊള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ നമ്മുടെ ഈ ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ ആ ഒരു ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബേസ് നമ്മൾ ഏതിലാണോ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് ആ ഒരു കണ്ടെയ്നറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടിഫിൻ ബോക്സാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മുടെ ഈ ഒരു ക്രീമി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2 മണിക്കൂർ നമുക്ക് ഒന്ന് ഫ്രീസറിലൊന്ന് വെച്ച് കൊടുക്കാം. 2 മണിക്കൂറിന് ശേഷം ഇതാ നോക്കിക്കോളൂ, നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ബേസ് ഒരു ലൈറ്റായിട്ടൊന്ന് നമ്മളെ നന്നായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടില്ല, എന്നാലും ആ ഒരു ക്രീമി ടെക്സ്ചറിൽ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇനി മിക്സി ജാറിലോട്ട് ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അധികം ഒന്ന് ചൂടാവുന്ന രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ ഒന്ന് 2-3 തവണ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ഐസ്ക്രീം ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ആ ഒരു കണ്ടെയ്നറിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് ഐസ് ക്രിസ്റ്റൽസ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 8 to 10 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ ഐസ്ക്രീം ആവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഓരോരുത്തരുടെ ഫ്രീസറിൻ്റെ കൂളിംഗ് അനുസരിച്ചാണ് ഐസ്ക്രീം സെറ്റ് ആവുന്നത് കേട്ടോ. ഏകദേശം ഒരു 11 മണിക്കൂറിന് ശേഷം എന്താ നോക്കിക്കോളൂ, പിറ്റേ ദിവസമാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, ആ ഒരു ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് നല്ല ക്രീമി ടെക്സ്ചറിൽ നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. സ്കൂപ്പ് ചെയ്യുമ്പം ആ ഒരു സ്കൂപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൂണാണെങ്കിൽ അത് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കൂപ്പ് ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സ്കൂപ്പായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ഐസ്ക്രീം സ്കൂപ്പ് ഞാനിവിടെ ബൗളിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഐസ്ക്രീമിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഐസ്ക്രീമിൻ്റെ കൂടെ ടൂട്ടി ഫ്രൂട്ടി കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്രീനും റെഡുള്ള ടൂട്ടി ഫ്രൂട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാദാം ആഡ് ചെയ്യാം, പിസ്ത, കാഷ്യൂസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയുക, വാക്കുകളില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി സ്പൈസി ടെസ്റ്റുകൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.